സോ ഹേ ഗൈസ്, നമ്മൾ ഈക്കോ മൂവി കണ്ടിപ്പതാ ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ആ ആ ഒരു ഫ്രഷ്നെസ്സിൽ തന്നെ ഇരുന്ന് പറയാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. സോ ഈക്കോ ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ, റൈറ്റർ ബാഹുൽ രമേശ്, സ്റ്റാറിംഗ് സന്ദീപ് പ്രദീപ്, വിനീത്, നരേൻ, സൗരഭ് സച്ദേവ, പിന്നെ ബിനു പപ്പു, ഇതൊക്കെയാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ബാഹുൽ രമേശ് തന്നെയാണ്. ഓക്കെ, സോ ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ടത്, ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫി, അതായത് ബാഹുൽ രമേശ് നമ്മുടെ കിഷ്കിൻഡ കാണ്ടമൊക്കെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ആള്, പിന്നെ ഡയറക്ടർ ദിൻജിത്ത് അയ്യത്താൻ, പിന്നെ നമ്മുടെ ആക്ടേഴ്സിൽ പറയുന്ന പ്രധാനമായിട്ടും സന്ദീപ് പ്രദീപ്. ആ പയ്യൻ ഒരു രക്ഷയില്ല, അടിച്ചു പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അവന് വേറെ ഒരു കാലിബർ ഭയങ്കരമായിട്ടുള്ള ഒരു ആളാണെന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ വിനീത് ആഫ്റ്റർ എ ലോങ് ടൈം ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഇതിനു മുന്നേയുള്ള റോൾസ് എല്ലാം കാണുമ്പോഴും ഇത് അടിപൊളിയായിട്ട്. അതുപോലെ നരേന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സൗരഭ് സച്ദേവ, ആനിമൽ മൂവിയിലെ ബോബിഡിയുടെ കൂടെ ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി ഒരു നല്ലൊരു അഭിനേതാവാണ്. പോരാത്തന്നെ ഒരു ടീച്ചറും കൂടിയാണ് ആക്ടിങ് കോഴ്സിൻ്റെ. അതുപോലെ തന്നെ ബിനു പപ്പുവിനെ എടുത്ത് പറയണം. ആസ് യൂഷ്വൽ പുള്ളി എങ്ങനെയാണോ അത് തന്നെ. പിന്നെ കുറേ അധികം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ മൂവി, അതായത് ഫസ്റ്റ് ഹാഫ് എനിക്ക് കുറച്ച് അധികം ലാഗാണ് ആക്ച്വലി. സെക്കൻഡ് ഹാഫ് എനിക്ക് അത് അടിച്ച് കയറി. അതുപോലെ തന്നെ ക്ലൈമാക്സ് സീൻസൊക്കെ, അതിലെ സ്റ്റണ്ട് സീൻസ്, അതുപോലെ തന്നെ വിഷ്വൽസ്, ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു മൂവി ചിത്രീകരിച്ചിരിക്കുന്നത്. അത് കണ്ടാലേ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, അതിനകത്ത് ഒരു ഓൾഡ് ലേഡിയായിട്ട് അഭിനയിച്ച ഒരു അമ്മച്ചി കഥാപാത്രമുണ്ട്. ആ അമ്മച്ചി എന്നാ പറയാൻ പറ്റില്ല, അതൊരു മലേഷ്യൻ ലേഡി. അപ്പോൾ അവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവരുടെ ഡബിങ് എനിക്ക് അത്ര സുഖിച്ചില്ല. അത് മാത്രം ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. അപ്പം മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ, ആക്ച്വലി കിഷ്കിൻഡ കാണ്ഡം എനിക്ക് തുടക്കം തൊട്ട് അവസാനം വരെ എനിക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് കാണാൻ പറ്റി. ഈ ഒരു മൂവിയിൽ ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ലാഗ് എനിക്ക് അനുഭവപ്പെട്ടു. സെക്കൻഡ് ഹാഫ് ഓക്കെ, നമ്മൾ അതിനകത്ത് ഇരുന്ന് പോകും. ഓക്കെ, അപ്പോൾ എനിക്കിത് തിയേറ്റർ വാച്ചാണ് എനിക്ക് പറയാനുള്ളത്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. പക്ഷെ തിയേറ്റർ വാച്ചാണ് എല്ലാവർക്കും. പക്ഷെ ഡൈജസ്റ്റ് ആവുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവില്ല കേട്ടോ. എനിക്ക് അത്ര ഡൈജസ്റ്റ് ആയിട്ടില്ല, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലിൻഡയുടെ പെർസ്പെക്റ്റീവ് പറയാം. ഇദ്ദേഹത്തിന് കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് അൺആൻസേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് പറയാം എന്താണ് അതിൻ്റെയൊക്കെ. ഓക്കെ, പറയൂ. ഈ മൂവി കണ്ടു കുറേ ഉണ്ടെങ്കിൽ ബ്ലാങ്ക് ആണ്. കാരണം വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇതിൻ്റെ കൺക്ലൂഷൻ കണ്ടുപിടിച്ചത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺക്ലൂഡ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ, അതായത് ഒരു മാസ്റ്റർ എങ്ങനെയാണോ അതിൻ്റെ ഡോഗിനെ ട്രെയിൻ ചെയ്ത് അവരുടേതായ രീതിയിലാക്കുന്നത്, ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പം ഇയാളുടെ വൈഫ്, ഈ മെയിൻ കഥാപാത്രം ഉണ്ടല്ലോ, അയാളുടെ പേര് മാത്തുക്കുട്ടി. അല്ലല്ല, സന്ദീപാണോ അതോ മറ്റേ കുരിയച്ചൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഭയങ്കര നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ ഈ കഥാപാത്രം ഇയാളുടെ വൈഫിനെ ശരിക്കും ചീറ്റ് ചെയ്തിട്ടാണ് ഒരിടത്തുനിന്ന് കൊണ്ടുവരുന്നത്. അപ്പൊ അത് അവിടെ സ്റ്റോറി ലൈൻസ് കുറച്ച് പറയുന്നുണ്ട്. കാണാത്തവരാണെങ്കിൽ ഫുള്ള് കാണണ്ട. ഓക്കെ, കണ്ടവര് ഇത് ബാക്കി പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി പറഞ്ഞോ. അതിനകത്ത് വൈഫിനെ ഇയാൾ കൊണ്ടുവരുന്നത് ഇവരുടെ മുൻപുള്ള ഒരു ഹസ്ബൻഡിനെ ചെറിയ രീതിയിലൊന്ന് ചതിച്ചിട്ടാണ്. എന്നിട്ട് ഇയാൾ ഇവരിൽ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് ആക്ച്വലി ഷീ വാസ് ഇൻ ഒരു സർക്കിളിലായിരുന്നു, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സർക്കിളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ തടങ്ങൽ എന്ന് വേണമെങ്കിൽ പറയാം അതിന്. അതിൽ നിന്ന് അയാൾ രക്ഷിച്ചു കൊണ്ടുവന്നു, വലിയ നായകൻ ഹീറോ കഥാപാത്രം പോലെ അവിടെ ചിത്രീകരിച്ചു അവരുടെ മനസ്സിൽ. എന്നിട്ട് അവരെ കൊണ്ടുവന്ന് ഷീ ഹാവ് ബീൻ പ്ലേസ്ഡ് ഇൻ അനദർ പ്ലേസ്. അന്ന് ഒരു എന്താ പറയാ, ഒരു കോസ്റ്റൽ റീജിയന്റെ അടുത്തായിരുന്നെങ്കിൽ ഇന്നിപ്പോ ഒരു മലയുടെ മുകളിലാണ് അവരെ അങ്ങനെ താമസിപ്പിച്ചേക്കുന്നത്. അപ്പം പക്ഷേ ഒരു ദിവസം ഇവർ മനസ്സിലാക്കുന്നു ഹി വാസ് ചീറ്റിംഗ് ഓൺ ഹർ. അവരെയും ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിരുന്നു അവർ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തിരിച്ചിട്ട് പണിയും.
തിരിച്ചിട്ട് പണിയുമ്പോൾ ഇയാളുടെ ഈ പറഞ്ഞ നന്ദിയുള്ള പട്ടികളുടെ കൂട്ടത്തിലുള്ള ഒരു ആളാണ് പീയൂഷായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അയാളെ തേടി അവിടെ വന്ന ഒരാള് ഈ എന്താണ് മാനത്തി മല്ലായ അവനെ സഹായിക്കാൻ വേണ്ടി വന്നെന്നുള്ള പേരിൽ അവൻ അവിടെ നിൽക്കുന്നു. പക്ഷെ അവന്റെ ഐഡന്റിറ്റി പിന്നീട് റിവീൽ ചെയ്യുന്നുണ്ട്. അവൻ അത്ര നെയ്വായിട്ടുള്ള പേഴ്സൺ അല്ല എന്നുള്ളത് റിവീൽ ചെയ്യുന്നുണ്ട്. സോ അൾട്ടിമേറ്റ്ലി കഥ കൺക്ലൂഡ് ചെയ്യുമ്പോൾ വാട്ട് ഐ ഫെൽറ്റ് ഇസ് ഇവരെ എല്ലാം അൺനോൺ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നത് ഈ വൈഫ് തന്നെയാണ്. എന്നിട്ട് വൈഫിന്റെ ഒരു കൺട്രോളിന് വൺസ് ഗുഹയുടെ ഉള്ളിൽ പോയ കുടിയച്ചൻ പോലും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ദ സെയിം വേ വാട്ട് ഹി ഹാവ് ഡിഡ് ടു ഹർ, സെയിം പണിഷ്മെന്റ് പുള്ളിക്കാരി തിരിച്ചു കൊടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അയാളെ എവിടെയാണെന്നും എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പീയൂഷ് വന്നിട്ടുള്ളത്. പക്ഷെ പീയൂഷിന് അത് കണ്ടുപിടിക്കാൻ സാധിക്കും തോന്നുന്നില്ല. കാരണം ഷീ ഈസ് ബീങ് സറൗണ്ടഡ് ബൈ മെനി ഡോഗ്സ്. അവരെ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു പ്രൊട്ടക്റ്റീവ് റീജിയണിൽ നിന്നും പോവാത്തത്. അവരുടെ മക്കൾ മുന്നേ വിളിച്ചിട്ട് അവർ പോവാത്തതിന്റെ കാരണം കൂടി അത് തന്നെയായിരിക്കും. അവർ ദേ ഡോണ്ട് ഫീൽ സെക്യൂർഡ് ഈവൻ വിത്ത് ദ കിഡ്സ്. അപ്പൊ പട്ടികൾ എത്ര നന്ദിയുള്ള ആൾക്കാരാന്നുള്ളതും മനസ്സിലാക്കണം. ചിലപ്പോ അതൊക്കെ ആയിരിക്കും ഇതിക്കടെ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇതെന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇപ്പൊ നിങ്ങൾ വേറെ കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടാവും. അത് നിങ്ങളൊന്ന് നിങ്ങളുടെ കമന്റിൽ ഇട്ടാൽ നല്ലതായിരിക്കും. അപ്പൊ ഇതിനകത്ത് പട്ടികളും നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? സോ ഗൈസ്, അപ്പൊ ഈ ഫിലിം തിയേറ്ററിൽ പോയി തന്നെ കാണും. ഓക്കെ, നല്ല പടമാണ്, പോയി കണ്ടോളൂ. പക്ഷെ ഒരു വേറെ ലെവൽ ഒരു ചിന്തയിലൂടെ രീതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു ഫിലിം ഡൈജസ്റ്റ് ആവുള്ളൂ. എല്ലാവർക്കും ഇത് ഡൈജസ്റ്റ് ആവില്ല. മിസ്റ്ററി ത്രില്ലറാണ് ആക്ച്വലി. ഓക്കെ, സോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.